ഇനി നമ്മൾ ലേൺ ചെയ്യാൻ പോകുന്നത് മറ്റൊരു AI ടൂളാണ്. നമ്മുടെ മനസ്സിലുള്ള ഇമാജിനേഷൻ അനുസരിച്ച് എങ്ങനെ നമുക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ChatGPT-യിലാണെങ്കിലും വാട്സാപ്പ് ഉപയോഗിച്ചിട്ടാണെങ്കിലും അതുപോലെ മെറ്റ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വെറൈറ്റിയും ഉള്ളൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലയണൽ മെസ്സി കേരളത്തിൻ്റെ ഒരു ഒരു മുണ്ടും ഷർട്ടും എടുത്തിട്ട് ഒരു സാധാരണ ഒരു കേരളത്തിലെ ചായക്കടയിൽ ചായ കുടിച്ച് നിൽക്കുന്നൊരു ഇമേജ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ട് പല ഫിലിം സ്റ്റാർസ് മറ്റു ഫിലിം സ്റ്റാർസിൻ്റെ ഒപ്പം നിൽക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വരുന്നതോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിൽക്കുന്നതോ അങ്ങനെ ഏത് തരത്തിലുള്ള ഇമേജസ് വേണമെങ്കിലും വളരെ ആക്യുറസിയോട് കൂടിയിട്ട് വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടൂൾ എന്താണെന്ന് പരിചയപ്പെടാം. വളരെ സിമ്പിളാണ് ഉപയോഗിക്കാൻ. നമ്മുടെ ഓരോരോ ക്ലാസ്സുകൾ പോലെ തന്നെ ഇതും വളരെ യൂസ്ഫുള്ളും വളരെ സിമ്പിളുമാണ്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ജംപ് ഇൻ ടു അവർ ക്ലാസ്. ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം റവേ AI എന്ന് സെർച്ച് ചെയ്യുക. ഫൈൻ, നമുക്ക് കാണാൻ പറ്റും റവേ AI. അതിൻ്റെ ബോട്ടമിൽ അടിഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും റവേ ഇമേജ്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യാം നമ്മുടെ Gmail ID വെച്ചുകൊണ്ട്. ഓക്കെ, ഇമെയിൽ ID കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഒരു നെയിം ചോദിക്കും. ഓക്കെ, ഫുൾ നെയിം എന്താണ്, അപ്പോൾ നമ്മുടെ നെയിം കൂടെ എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം അടിഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് നമുക്ക് വേണ്ടതെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് നമുക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഏത് ടൈപ്പാണ് വേണ്ടത്, ഇപ്പോൾ വിച്ച് മീൻസ് വെർട്ടിക്കലാണോ ഹൊറിസോണ്ടലാണോ ഏത് ടൈപ്പാണ് വേണ്ടത് ആ ടൈപ്പ് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഏത് തരത്തിലുള്ള പിക്ചറാണ്. ഇപ്പോൾ AI ജനറേറ്റഡ് ഫോട്ടോസിൽ ഒരുപാട് ടൂളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ച മെറ്റ AIയും വളരെ നല്ലൊരു ടൂളാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് മോഹൻലാലും ലയണൽ മെസ്സിയും കേരളത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഞാനിവിടെ AI വെച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് മെറ്റ AIയിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ റവേയിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ക്ലാരിറ്റി റവേയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാം ഏത് തരത്തിലുള്ള ഫോട്ടോയാണോ വേണ്ടതെന്ന് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കിനെ കുറിച്ച് ബോധറാവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കറിയുന്ന ഇംഗ്ലീഷിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ഇനി നമുക്കിവിടെ ക്രിയേറ്റ് എന്ന ഓപ്ഷൻ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഏത് രീതിയിലാണ് വേണ്ടത് നമ്മൾ ചൂസ് ചെയ്തു. വിച്ച് മീൻസ് ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ ഏത് രീതിയിലാണ് വേണ്ടത് നമ്മൾ ചൂസ് ചെയ്തു. ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇമേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വന്നിരിക്കുകയാണ്. ഓക്കെ, ഇത് ലയണൽ മെസ്സി ഓക്കെയാണ്, ബട്ട് മോഹൻലാൽ കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒന്നുകൂടി റീറോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇമേജ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏറെക്കുറെ മോഹൻലാലിൻ്റെ ഫോട്ടോ കുഴപ്പമില്ല. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഡൗൺലോഡ് ഇമേജ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതേപോലെ നമുക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ വാട്ടർമാർക്ക് ഉണ്ടാവില്ല, നല്ല രീതിയിലുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയും ഫോർമർ അമേരിക്കൻ പ്രസിഡൻറ്റ് ബാരക് ഒബാമയും നിൽക്കുന്ന ഒരു ഇമേജാണ്. AI ജനറേറ്റഡ് ഇമേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്.
പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് പോപ്പുലറായ ആളുകൾ, ഇപ്പോൾ വിരാട് കോഹ്ലി എന്ന് പറഞ്ഞാൽ വേൾഡ് പോപ്പുലറാണ്, ഒബാമ വേൾഡ് പോപ്പുലറാണ്, അങ്ങനത്തെ ആളുകളിലേക്ക് ആണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പിക്ചേഴ്സ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇന്ത്യൻ സ്റ്റാറാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലാണ് അദ്ദേഹം കൂടുതൽ ഫേമസ്, എസ്പെഷ്യലി കേരള. ഓക്കെ, അപ്പോൾ വേൾഡ് വൈഡായിട്ടുള്ള കാര്യങ്ങളാണ് AI കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾസിന് വേണ്ടിയിട്ടാണ് ഈ ഇമേജസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹൈലി പോപ്പുലേറ്റഡ് ആയ ഒരു ഡെവലപ്ഡ് സിറ്റിയോ അല്ലെങ്കിൽ ഒരു കുഗ്രാമത്തിൽ ഒഴിഞ്ഞ വീടോ അല്ലെങ്കിൽ ഏലിയൻസിൻ്റെ നഗരമോ എന്ന് വെച്ചാൽ അന്യഗ്രഹജീവികളുടെ നഗരം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഇമാജിനേഷനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏറെക്കുറെ ആക്യുറേറ്റ് ആയിരിക്കും. നമ്മൾ 100% ആക്യുറസി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, ബട്ട് ഏറെക്കുറെ ആക്യുറേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയും അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയും തമിഴ്നാടിൻ്റെ ടിപ്പിക്കൽ മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരു റിവറിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഇമേജാണ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കാം. അടിപൊളി, സൂപ്പർ, ഗംഭീരം. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും, അടിപൊളി. ഓക്കെ, നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഓക്കെ, നല്ല ആക്യുറേറ്റ് ആയിട്ട് തന്നെ നമ്മുടെ AI ഇത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പല ആംഗിളിലുള്ള ഫോട്ടോസും നമുക്കിവിടെ കാണാൻ പറ്റും. നോക്കിയേ, ശരിക്കും ഒറിജിനൽ തോറ്റുപോകുന്ന രീതിയിലാണ് ഫോട്ടോ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗാലറിയിൽ ഡൗൺലോഡ് ആകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേൾഡ് ഫേമസ് ആയ ആളുകളുടെ ഇമേജസ് നമുക്ക് സിമ്പിളായി തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അധികം ഫേമസ് അല്ലാത്ത, വിച്ച് മീൻസ് ഇപ്പോൾ മോഹൻലാൽ സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഫേമസ്, വേൾഡ് വൈഡ് അത്ര വലിയ ഫേമസ് അല്ല. ഓക്കെ, അപ്പോൾ അത്തരം ഫേമസ് ആയ ആളുകളെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടാണ് നമുക്ക് ഇതേപോലെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് ഏലിയൻസിൻ്റെ നഗരം. ഓക്കെ, നമ്മളൊരു ഇമേജിനേഷനാണ് എങ്ങനെയായിരിക്കും അന്യഗ്രഹ ജീവികളുടെ വളരെ ഡെവലപ്ഡായ വളരെ പുരോഗമിച്ചൊരു നഗരം എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഹൈലി ഡെവലപ്ഡ് ഏലിയൻസ് സിറ്റി, ദാറ്റ് സിറ്റി ഈസ് ഹൈലി ഡെവലപ്ഡ് റാദർ ദാൻ ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ഹ്യൂമൻസ്. നമ്മൾ മനുഷ്യന്മാരുടെ ചിന്തകൾക്ക് അതീതമായ ഏലിയൻസിൻ്റെ ഒരു വികസിത നഗരം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജസ് നമുക്ക് ഏതൊക്കെ റെസൊല്യൂഷൻ വേണമെന്ന് നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യാം. വാവ്, ഗംഭീരം, അടിപൊളി. ഓക്കെ, അപ്പോൾ ഏകദേശം ഹൈലി ഡെവലപ്ഡ് ആയ ഏലിയൻസിൻ്റെ നഗരം ഇതുപോലെ ആയിരിക്കും. വാവ്, ഓക്കെ, ഇതെന്താ സംഭവം എന്ന് പോലും നമുക്കറിയില്ല. ഇപ്പോൾ നമുക്കിവിടെ പല കാര്യങ്ങളും കാണാൻ പറ്റും. ഇവിടെ പല ബിൽഡിങ്സും അതുപോലെ UFO അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്, അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഗ്രേറ്റ്, സൂപ്പർ. ഇതുപോലെ നമുക്ക് ഏത് തരത്തിലുള്ള ഇമേജസും റിവേ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.